ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ശക്തി എന്ന് പറയുന്ന സ്റ്റീരിയോ ബോർഡാണ്. ഇതിനകത്ത് കുറച്ച് കമ്പോണൻസ് കുറവുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഇരുന്നാണ്. അപ്പം അവൻ പറഞ്ഞാൽ അത് പോയതാണ്, റെഡിയാക്കി എടുക്കാൻ പറ്റുമെങ്കിൽ റെഡിയാക്കി എടുത്തോന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പം ഇതിനകത്ത് ഡ്രൈവ് സെക്ഷനിലെ ട്രാൻസിസ്റ്ററൊക്കെ പോയിട്ടുണ്ട്. അത് BC 547 കൂടെ കരിഞ്ഞ് നിൽപ്പുണ്ട്. അതിൻ്റെ ഇടയ്ക്കത്തെ കത്തിപ്പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ റെസിസ്റ്റർ ഓപ്പൺ ആയിപ്പോയി കരിഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ എന്തായാലും മെയിൻ ട്രാൻസിസ്റ്റർ എന്തായാലും പോയി കാണും. 5219 മിക്കവാറും മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് 139, 140 പിന്നെ 547 എല്ലാം ചെക്ക് ചെയ്ത് നോക്കണം. ഇതിനകത്ത് പോയതെല്ലാം മാറ്റി ബോർഡൊന്ന് ക്ലിയർ ചെയ്തെടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ അത്യാവശ്യം ബൂഫർ ചെക്ക് ചെയ്യുക, സ്പീക്കറൊക്കെ ആണെങ്കിലും ചെക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ഉപയോഗിക്കാം. PCBക്ക് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചു. പ്രിൻ്റൊന്നും വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിനകത്ത് മെയിൻ ട്രാൻസിസ്റ്റർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് ഡിസോൾഡർ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കുകയാണ് എളുപ്പം. അപ്പോൾ ഒന്ന് ഡിസോൾഡർ ചെയ്യാം. ഡിസോൾഡർ ചെയ്ത് അത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഡ്രൈവ് സെക്ഷനിലകത്ത് ഓരോ സാധനങ്ങൾ നോക്കേണ്ടി വരും. ഇപ്പോൾ പോയേക്കെന്നൊക്കെ മാറ്റിയിട്ടൊന്ന് റെഡിയാക്കി എടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എന്താ നമുക്കിതൊന്ന് ഡിസോൾഡർ ചെയ്യാം. കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു. ഇടയ്ക്ക് ചെറിയൊരു പനിക്കോളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ എടുക്കാനൊന്നൊരു സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ സെയിം ഇട്ടേക്കുന്ന കംപ്ലയിൻ്റൊക്കെ തന്നെയുള്ള കംപ്ലയിൻറ്റുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള വീഡിയോ പിന്നെയും ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ അങ്ങനെയുള്ള ചെയ്യാതെ. അപ്പോൾ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തേക്കുന്ന സെയിം വീഡിയോ തന്നെ പിന്നെ ഇട്ട് കഴിഞ്ഞാൽ ഓരോരുത്തർ കമൻറ്റ് ചെയ്ത് ചോദിക്കും, ഇത് നേരത്തെ ഇട്ടേക്കുന്നതല്ലേ എന്നുള്ളൊരു ചോദ്യം ചിലപ്പോൾ വന്നേക്കാം. അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെയുള്ള പിന്നെ ഇടാൻ നോക്കിയില്ല. പുതിയ ബോർഡിനാണ്ട് 650 രൂപ 800 റേഞ്ച് കണ്ടൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ. ഇപ്പോൾ എന്ത് വരാമെന്നറിയില്ല. ചിലപ്പം ഇത് ചെയ്യുന്ന കാണുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കും, എന്നാൽ പിന്നെ പുതിയ ബോർഡ് വാങ്ങിച്ചാൽ പോരെ എന്നൊരു ചിലപ്പോൾ ഒരു തോന്നൽ വരും. ഇത് PCBക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ റെഡിയാക്കി എടുക്കാമെന്ന് വെച്ചത്. ഇപ്പോൾ പുതിയ ബോർഡ് മേടിക്കുന്ന ഇപ്പോൾ 800 രൂപ ആകുന്നുണ്ടെങ്കിൽ നമുക്കൊരു 400 രൂപ താഴെ ആകത്തുള്ളതെന്നുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. അത്രയും പൈസ പോകാതിരിക്കും. PCB കത്തി നശിച്ചൊക്കെ ആണെങ്കിൽ ചെയ്യാതെ ഒഴിവാക്കി വിടുക. ഇത് PCB ഒന്നും വലിയ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ് പിന്നെ ഞാൻ ചെയ്തേക്കാന്ന് വെച്ചത്. ഈ ടൈപ്പ് വരുന്ന ബോർഡിനകത്ത് വലിയൊരു പ്രശ്നമില്ലാത്തൊരു ബോർഡാണിത്. ഈ കൂടുതലും വോൾട്ടേജ് വേരിയേഷനും പിന്നെ സ്പീക്കറിൻ്റെ വാട്ട് കുറവും കാര്യങ്ങളും അങ്ങനെയുള്ളതിനകത്തൊക്കെ കൊണ്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്കാണ് കൂടുതൽ ബോർഡ് പോകുന്നത്. ഞാനൊരു 2-3 വർഷമായിട്ട് സെറ്റ് ചെയ്ത് വിട്ടേക്കുന്ന ആംപ്ലിഫയറിന് ഇതുവരെ കുഴപ്പമൊന്നുമില്ല, പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിലയിൽ പോയിട്ടുണ്ട്, ഇതും പോയതാണ്, ഇതും തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഈ 4 ഓക്കെ തീരുമാനമായി. പിന്നെ ഇതിൻ്റെ അകത്ത് 139, 140 ട്രാൻസിസ്റ്റർ വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയേക്കാം. അത് മിക്കവാറും ഈ അവസ്ഥ തന്നെ ആയിരിക്കും. അത് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും പോയിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ ഇടയ്ക്കത്തെ ഒരെണ്ണം ഇല്ല. ഇതും പോയിട്ടുണ്ട്. ഇതൊന്നെങ്കിൽ സപ്ലൈ തിരിച്ചു കൊടുക്കുമോ അല്ലെങ്കിൽ ഇതിന് ഷോർട്ടായോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം പോയേക്കുന്നത്. പിന്നെ അത് BC 547 വരുന്നുണ്ട്.
മാറുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് മാറിക്കളയുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ ട്രാൻസിസ്റ്ററിൻ്റെ കാര്യത്തിനെല്ലാം ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഇങ്ങനെ മാർക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഊരിയെടുക്കുമ്പോൾ ഓരോന്ന് മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം, അടുത്ത് ഇടാൻ നേരത്തെ എളുപ്പമുണ്ട്. ഈ സൈഡിൽ 140 വരുന്നത്, ഈ സൈഡിൽ 139 വരുന്നത്, ഈ സൈഡിൽ 139 ചെറുത് വരുന്നത്. അതിന് തൊട്ട് പുറകിൽ 140 വരത്തുള്ളൂ. ഇത് 140. അപ്പോൾ ഇത് മാർക്ക് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇല്ലേ പിന്നെ സെയിം ബോർഡ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെ പിന്നെ ഊരി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും. ബാക്കി ചെറുതെല്ലാം വരുന്നത് BC 547 വരുന്നത്. അപ്പോൾ ഈ പോയൊക്കെ നല്ലത് ഊരിക്കളയാം. പിന്നീട് മാർക്കിങ് പിന്നെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം, കുഴപ്പമില്ല. അല്ല ഇട്ട് കഴിയുമ്പോൾ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ അത് മണിയാവും. ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുക. ഇവിടെ ഈ ബോർഡിനകത്ത് പ്രത്യേകിച്ച് മാർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ മിക്ക ബോർഡിനകത്തും എന്തെങ്കിലും മാർക്കിങ് കാണുന്നത്. ഇപ്പോൾ ഈ ചെറിയ ട്രാൻസിസ്റ്റർ ആണെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. വലിപ്പമുള്ളതിന് ഇട്ടതൊന്നും മാർക്കിംഗ് ആയിട്ടൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ ഇല്ല പിന്നെ ഊരിട്ട് തിരിച്ചിടുമ്പോഴത്തേക്ക് ഇത് എങ്ങനെയാണ് ഇടേണ്ടതെന്നുള്ളൊരു സംശയം വരല്ലേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും. എൻ്റെ വേറെ സെയിം ബോർഡ് ഇരിപ്പില്ല, അതുകൊണ്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കില്ല. ചിലപ്പോൾ ഊരി കഴിയുമ്പോൾ ഞാനും മറന്നു പോകും. ബാക്കി ഇതിനകത്ത് പോയേക്കുന്ന കമ്പൗണ്ട്സ് എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാം. പോയേക്കുന്ന ചെക്ക് ചെയ്ത് നോക്കിയാൽ ഇതെല്ലാം ഷോർട്ടിംഗ് ഉണ്ട്, ലീക്കേജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റിയിട്ട് ഇവിടെ റെസിസ്റ്റർ വീക്കായി പോയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ സെയിം തന്നെ ഇപ്പുറത്ത് കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ വാല്യൂ നോക്കിയിട്ട് ഇങ്ങോട്ടൊന്ന് ഇട്ടാൽ മതി. പിന്നെ ഇതിനകത്ത് രണ്ട് കപ്പാസിറ്റർ 4 കപ്പാസിറ്റർ കുറവുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം, വേറെ ഇടണം. പിന്നെ LED ചെക്ക് ചെയ്ത് നോക്കണം, LED പോയതാണെന്ന്. LED 2 സെക്ഷനും വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇൻഡിക്കേറ്റർ കാണിക്കുന്ന LED ആണ്. അപ്പോൾ ആ LED ഷോർട്ട് ഉണ്ടെങ്കിലും പ്രശ്നമാണ്. അപ്പോൾ ആ LED മാറ്റിയിട്ട് വേണം നോക്കാം. ആദ്യം ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ മാർക്കിലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് കുറേ കഴിഞ്ഞ് നിൽപ്പുണ്ട്, അത് മാറണം. ഇവിടുത്തെ ട്രാൻസിസ്റ്റർ എല്ലാം മാറ്റി ഒന്ന് ക്ലിയർ ചെയ്യാം. ആദ്യം ഇതിനകത്ത് പോയൊക്കെ നല്ലോണം റിമൂവ് ചെയ്യാം. ഇത്ര സ്പെയർ നല്ല ഇതിനകത്ത് നിന്ന് ഊരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇനി റീസെറ്റ് ചെയ്യണം. പിന്നെ ഇതിനകത്ത് 2 ഫ്യൂസോൾ ഓപ്പൺ ആയി പോയിട്ടുണ്ട്. 4 2 പോയതാണ്. അപ്പോൾ അത് മാറ്റിയിടേണ്ടി വരും. നിലയിലൂടെ 4 കപ്പാസിറ്റർ ഇൻപുട്ട് സെക്ഷനകത്ത് ഇവിടുത്തെ ഒരെണ്ണവും, ബാക്കി സ്പീക്കർ ഔട്ട്പുട്ട് വരുന്നതിൻ്റെ അടുത്ത് 2 അല്ലെങ്കിൽ ഡ്രൈവ് സെക്ഷനിലേക്ക് വരുന്നത് 2. പിന്നെ ഇവിടുത്തെ ചെറിയ ട്രാൻസിസ്റ്റർ 3 3 3 6. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ 3 3 6 അങ്ങനെ 6 ട്രാൻസിസ്റ്റർ ഇടണം. പിന്നെ ഇവിടുത്തെ റെസിസ്റ്റർ ഒരെണ്ണം ഓപ്പൺ ആയി പോയിട്ടുണ്ട്, കരിഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്കത്തെ ഒരെണ്ണം പോയിട്ടുണ്ട്, അപ്പോൾ അതും വേറെ ഇടണം. ഇത് ഫ്യൂസോട് 4 2 ഓപ്പണാണ്. ഇത് പോയിട്ടുണ്ട്, ഈ നിലയിൽ പോയിട്ടില്ല. അപ്പുറ സൈഡിലെ പോയതാണ്, ഇതിൻ്റെ ഇപ്പുറ സൈഡിലെ പോയിട്ടുണ്ട്. 2 അപ്പുറം ഇപ്പുറം 2 സൈഡിലേയും പോയിട്ടുണ്ട്. അപ്പോൾ അത് 2 മാറ്റിയിടണം. ശരിക്കും ഒരു സ്പീക്കർ പ്രൊട്ടക്ഷൻ വെക്കുവാണെങ്കിൽ ഇത്രയൊന്നും കത്തത്തില്ല, ഓവർലോഡ് ആണെന്നുണ്ടെങ്കിൽ. ഫ്യൂസോളെ റെസിസ്റ്റർ കപ്പാസിറ്റർ കാര്യങ്ങളെല്ലാം നിലവിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ പഴയ ബോർഡെ കിടന്നെല്ലാം പറിച്ചിട്ടു, എല്ലാം ഒന്നും പുതിയ വാങ്ങിച്ചില്ല. ഇനി നമുക്കിനകത്ത് ഡ്രൈവ് സെക്ഷനെ ട്രാൻസിസ്റ്റർ ഇടണം. BC 547, BD 139 140. അത് കഴിഞ്ഞിട്ട് മെയിൻ ട്രാൻസിസ്റ്റർ ഇടണം. അപ്പോൾ ബാക്കിയുടെ ഒന്ന് സെറ്റ് ചെയ്യാം. പോയേക്കുന്ന സ്പെയർ കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. അപ്പം എൻ്റെ 5200 1940 ഇരിപ്പില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ തൽക്കാലം 51 ഇട്ടും 1941 ഇട്ട് ടെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഇതിട്ടാലും കുഴപ്പമൊന്നുമില്ല, ഇച്ചിരി വാട്ട് കുറയുന്നുള്ളതേ ഉള്ളൂ. വേറെ വർക്കിംഗ് വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും വരത്തില്ല. അപ്പോൾ നിലവിൽ ഇതിനകത്ത് LED ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു LED പോയതായിരുന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഗ്ലാസ് ടൈപ്പ് തന്നെ റെഡ് LED 2 ഇട്ടിട്ടുണ്ട്. പിന്നെ കരിഞ്ഞു പോയ കമ്പൗണ്ട്സ് കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പവർ കൊടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്തെങ്കിലും ഷൂട്ടിങ് കാര്യങ്ങളോ എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം.
അപ്പം നിലവിൽ ഇതിനകത്ത് ഇത്ര സാധനം മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതെടുത്ത് ഊരക്കളയും, ഇനി ആവശ്യമില്ല. അടുത്തതിന് സപ്ലൈ കൊടുക്കാന്നുള്ളതാണ് അടുത്ത പണി. അതിന് 27 സെരി എടുത്തൊരു ട്രാൻസ്ഫോർമർ എടുത്തിട്ടുണ്ട്. അതിന് പ്ലസ് മൈനസ് ഗ്രൗണ്ട് കണക്ട് ചെയ്യുക. പിന്നെ ബോഡി ചെക്ക് ചെയ്യുന്ന സമയത്ത് സീരീസ് കണക്ഷൻ കണക്ട് ചെയ്യുക. AC കണക്ട് ചെയ്യുമ്പോൾ സപ്ലൈ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി കറണ്ട് കൊടുക്കാനുള്ള വയർ കണക്ട് ചെയ്യണം. AC കോഡും കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ ഓൺ ആക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നം കാണിക്കുന്നുണ്ടോ, ബോർഡ് ഓൺ ആകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സ്പീക്കറൊക്കെ കണക്ട് ചെയ്യാം. പവർ ഒന്ന് ഓണാക്കി നോക്കാം. പവർ ഓണാക്കി LED രണ്ടെന്ന് തെളിയുന്നുണ്ട്. ഫിലമിൻ്റെ ഷോട്ടിങ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഹീറ്റ് ഒന്നും നിലവിൽ ബോർഡിലൊന്നും കാണുന്നില്ല. അപ്പോൾ തന്നെ നമുക്ക് സ്പീക്കർ കണക്ട് ചെയ്ത് ഓരോ ചാനലും ചെക്ക് ചെയ്ത് നോക്കാം. പവർ ഒന്ന് ഓഫ് ചെയ്യാം. പവർ ഓഫ് ചെയ്തു. സ്പീക്കറൊന്ന് കണക്ട് ചെയ്ത് ഓരോ ചാനലും ചെക്ക് ചെയ്ത് നോക്കാം. സ്ഥിരം വേട്ടാമൃഗമാകുന്ന ഈ സ്പീക്കറാണ്. അപ്പം അതേ തന്നെ വെച്ച് ടെസ്റ്റ് അടിച്ചേക്കാം. സ്പീക്കർ വയർ സപ്ലൈ കാര്യങ്ങളെല്ലാം റെഡിയാണ്. ഇത് നമുക്ക് പവർ ഓൺ ആക്കിയിട്ട് ഇൻപുട്ട് സെക്ഷനിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. സീരീസ് കണക്ഷനാണ് കണക്ട് ചെയ്തേക്കുന്നത്, അതുകൊണ്ടാണ് ഒരു വിക്കൽ. ഇപ്പുറ സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പുറ സൈഡ് ഓക്കെയാണ്. ഒരു കൺട്രോൾ കണക്ട് ചെയ്തിട്ട് രണ്ട് സ്പീക്കറും വെച്ചിട്ട് ഓഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഈ സ്പീക്കർ മാറ്റി വെക്കാം, ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇത് നമ്മൾ പഴയ CRT TV-ക്കകത്ത് വരുന്ന സബ്വൂഫറാണ്. ഒനിഡ അതുപോലെയുള്ള TV-ക്ക് LG അങ്ങനെയുള്ള TV-ക്കകത്തൊക്കെ വരുന്ന മോഡലാണ്. അപ്പം നമുക്ക് ഇതൊന്ന് കണക്ട് ചെയ്യാം. അത്യാവശ്യം ഹെവിയാണ്, കുഞ്ഞാണേലും അത്യാവശ്യം സെറ്റപ്പാണ് സംഭവം. ഇനി ഒരു കൺട്രോൾ കണക്ട് ചെയ്യണം. കൺട്രോൾ കണക്ട് ചെയ്ത് നമുക്ക് ഇൻപുട്ട് കൊടുത്തിപ്പം സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനും ഒരു സംവിധാനം വേണമല്ലോ. ഇപ്പോൾ ഇൻപുട്ട് കൊടുക്കാനുള്ള വയറും കാര്യങ്ങളും റെഡിയാണ്. കൺട്രോളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ബോർഡിലേക്ക് ഇൻപുട്ട് സെക്ഷൻ ഒന്ന് കണക്ട് ചെയ്യാം.
USB കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പവർ ഒന്ന് ഓണാക്കാം. പവർ ഓൺ ആയിട്ടുണ്ട്. ചെറുതായിട്ട് സൗണ്ട് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അവിടെ ബോർഡ് റിപ്പയറിങ് സക്സസ് ആയിട്ട് വിജയിച്ചിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ തോശുവാട ചെറുതായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റ് ആവും. അതിനനുസരിച്ച് ഫാൻ വെച്ച് കൊടുക്കേണ്ടി വരും. വേറെ വർക്കിങ് കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഓക്കെ, താങ്ക് യു.